മറ്റേ സംഭവം ടെക്നിക്കലി പോസിബിൾ ആയിട്ട് ഇങ്ങോട്ട് എത്തിയില്ല. സ്പോട്ടിൽ എന്തെങ്കിലും പണി കിട്ടും. സ്പോട്ടിലുണ്ട്, അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല, ഫോണിൽ ചോദിക്കത്തൊന്നും, മെസ്സേജ് അയച്ചു പറയുന്നത്. കാരണം മെസ്സേജ് അയക്കി മടിയാ, അതിൽ എടുത്ത് മാറ്റിക്കണല്ലേ. അത് അവളെ മാറ്റി വെച്ചോളും, അല്ലെങ്കിൽ ഇൻസ്പെക്ഷനിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അവൾ ഡീൽ ചെയ്തോളും. പക്ഷെ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണമെന്നുണ്ട്. ഇനി നേരെ തിരിച്ചു ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒന്ന് ആ കൗച്ചിലൊന്ന് പോയിരിക്കും. എന്ത് സുഖമാണ് അവിടെ ഇരുന്നിട്ട് കിട്ടണത് എന്ന് അറിയാൻ വേണ്ടിട്ട്. എപ്പോഴും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും TV കാണുകയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയില്ല, ആ കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുക. അതിൽ എന്ത് സുഖമാണ് ഒരാൾക്ക് കിട്ടണതെന്ന് എനിക്കൊന്ന് അറിയണമെന്നൊരു ആഗ്രഹം. എന്ത് തോന്നുന്നു വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, അതന്നെയാണ് എന്റെ സുഖം. ഞാൻ പുറത്തോടെയും പോകണമെങ്കിൽ ഡ്രസ് ചെയ്യണം, ഞാൻ കാർ ഓടിക്കണം, ഞാൻ പുറത്ത് പോകണം. ഞാൻ പുറത്തോടെ ഇരിക്കുന്നു, കുറച്ചേരം TV കാണും, കുറച്ചേരം ഞാൻ പ്ലേ സ്റ്റേഷൻ കളിക്കും, കുറച്ചേരം ഞാൻ എന്തെങ്കിലും. ഞാൻ എല്ലാ ദിവസവും ഇരിക്കില്ല, ആകെ എനിക്ക് കിട്ടാറ് ഒരു ഞായറാഴ്ചയാണ്. കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച എന്തെങ്കിലും പരിപാടികളുണ്ടോ, ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും പരിപാടി. ഞായറാഴ്ച എന്റെ ഒരു കൂൾ ഓഫ് ഡേ. എന്ത് പരിപാടി ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും മൂവിക്ക് പോവുക, അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ പോയിരിക്കുക, വെറുതെ വീട്ടിൽ പോയിരുന്ന് വർത്താനം പറഞ്ഞ് കുക്ക് ചെയ്യുക. ഒരു കൗച്ച് വേണമെന്നേ ഉള്ളൂ, അതൊക്കെ തന്നെ. അല്ലെങ്കിൽ ഒരു ബിയർ അടിച്ചിരിക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ പരിപാടി. അത് എനിക്ക് ആ ഒരു ശനിയാഴ്ച പരിപാടി ഇല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള എന്റെ ബാറ്ററി ട്രിഗർ ആവില്ല. എനിക്ക് ജോലി ഒന്നല്ലാതെ വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, നോർമലി 5 ദിവസം സംസാരിക്കാത്ത കാര്യങ്ങളുണ്ടാവും, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുക, അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീക്കെൻഡ് അതൊരു ഫ്രഷ് സ്റ്റാർട്ടർ ആണ് മണ്ടയിലേക്ക്. കാരണം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നും കഴിഞ്ഞ വീക്ക് കട്ടായിട്ടില്ല, ഞാൻ അങ്ങനെ അടുത്ത വീക്കിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസിഷന്റെ ഭാഗമാണ് ആ കൗച്ചിൽ കുറച്ചേരം ഇരിക്കുക എന്നുള്ളത്. ബേസിക്കലി ഭയങ്കര ഈ പറയുന്ന പോലെ അത് അങ്ങനെ ഡയറ്റ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആണോ? ഞാനും ഇങ്ങോട്ട് മാത്രമല്ല, ഞാനും അല്ല ഈ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു, രണ്ടുപേരും അങ്ങനെ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മള് ഡയറ്റ് എന്നല്ല, ലൈഫ് സ്റ്റൈലാണ് നമ്മള് ചേഞ്ച് വരാറ്. വീക്ക്ലി 2-3 days എങ്കിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, നടക്കാൻ പോവുക, ഓടാൻ പോവുക. നമ്മൾ ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നമുക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഓടാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ഒരുമിച്ച് ഓടിയിട്ട് വരും. അപ്പൊ നമ്മളിന്ന് പോകുമ്പോഴേക്കും 7 കിലോമീറ്റർ ഓടും. വൈഷു ചിലപ്പോൾ ഞാൻ കുറച്ച് ടയർഡാകുമ്പോൾ വൈഷു പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചല്ലേ നിർത്തരുത്. അങ്ങനത്തെ ഒരു ആ കമ്പനി ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ജിമ്മിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. സിക്സ് പാക്ക് ഒക്കെ ആയിരുന്നു, ഇപ്പൊ സിംഗിൾ സാക്ക് ആയതാ. സിക്സ് പാക്ക് ആയിരുന്നു അല്ല, അത് പണ്ടിട്ട് വൺസ് അപ്പോൺ എ ടൈം. നമുക്ക് അതിന്റെ ഫോട്ടോ ഇവിടെ വെക്കാതെ. അല്ല അത് അതിന് വേറെ ലൈസൻസ് ഉണ്ട്. അല്ല, അതിന്റെ ഉദാഹരണമാണല്ലോ. ഇപ്പം വീക്ക്ലി ചിലപ്പോ 2-3 days ഒക്കെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുകയും. ഇത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോ ഇങ്ങനെ ഫണ്ണി ആയിട്ട് കമന്റ്സ് വരാറുള്ള ഒരു കാര്യമാണ് ആ ചെക്കന്റെ ഒരു യോഗം, സ്മൂത്തി ഒക്കെ കുടിച്ച്. അതെന്റെ യോഗമാണ് ശരിക്കും. മര്യാദക്ക് ഭക്ഷണം കഴിച്ചിരുന്നിരുന്ന എന്നെ സ്മൂത്തി ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഇഷ്ടമാണ്. എനിക്ക് പ്രോട്ടീൻ സ്മൂത്തി, പ്രോട്ടീൻ ആയിരിക്കണം. അല്ല, എനിക്ക് കുറച്ച് റൈസ് കഴിക്കില്ല അധികം. ആണോ? അല്ല, അതാണ് ആക്ച്വലി ഫിസിക്കൽ. അല്ല, എനിക്ക് ഭയങ്കര ബോഡി ആയിട്ട് ഇരിക്കണം എന്നല്ല, എനിക്ക് ഡ്രസ് ഇടുമ്പോൾ കംഫർട്ടബിൾ, എനിക്ക് കോൺഫിഡൻസ് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഡ്രസ് ഇടുമ്പോൾ ഭയങ്കര വയറുള്ളോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക. കാരണം ആ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അല്ല, നമുക്ക് ഫിസിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് സ്റ്റോറിയാണ് കേട്ടോ. അത് തൈറോയിഡ് ഉള്ള അത് വേറെ കാര്യമാണ്. എനിക്ക് ഇതൊക്കെ ലൈക്ക് എൻഡ് ഓഫ് ദി ഇതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യേണ്ട ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. എനിക്കിത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പേഴ്സണലി പിന്നെ നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്താൽ നമുക്കൊരു അഡ്രിനാലിൻ കിട്ടാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കത് ആ സമയമാകുമ്പോൾ നമുക്കത് വേണം തോന്നും. പിന്നെ പിന്നെ അതിന്റെ ഒപ്പം നമ്മൾ നിൽക്കുന്ന ഫ്രണ്ട് സർക്കിളില് എല്ലാവരും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അയൺമാൻ ചെയ്ത ആൾക്കാരുണ്ട്, ട്രയാത്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ വർഷവും. പിന്നെ ഡെയിലി സ്വിമ്മിങ്, ഓട്ടം, ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പിള്ളേരെയും ഈ ആക്ടിവിറ്റീസിനെല്ലാം കൊണ്ടുപോകും. അപ്പൊ നമുക്കിത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മള് ഈവൻ ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നാളെ പോയാലോ, നമുക്ക് ഓണം പോയാലോ, നാളെ സ്വിമ്മിങ്ങിന് പോയാലോ. അതും നമ്മള് കമ്പനി വീട്ടിൽ പോയിരിക്കൽ മാത്രമല്ല, ഇങ്ങനെ കാര്യങ്ങളിലും നമ്മള് നല്ലോണം കമ്പനി കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ഒരാൾ കുറച്ച് വീക്കെല്ലാം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുള്ളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ. അതും പിന്നെ മാരത്തോൺ ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോരോ രാജ്യങ്ങളിൽ പോയി മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ. അതിനുവേണ്ടി മാത്രം ചിക്കാഗോ പോവുക, അല്ലെങ്കിൽ ജപ്പാനിൽ പോയി നാളെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡെയിലി കേൾക്കുന്ന ഒരു കോൺവെർസേഷൻ കൂടിയാണ്. അപ്പൊ നമ്മള് സംവേർ അതർ നമ്മളതിൽ ഇൻസ്പിറേഷൻ വരാറുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. മേ ബി അതിലൊരു 5-10% നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ രഹസ്യത്തിന്റെ റീസൺ അതും കാണും. വെരി നൈസ്, ഐ ലൈക്ക് ദാറ്റ്. ഈ ഒരു മൊമെന്റ് ഒരിക്കൽ കൂടി കിട്ടുമായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഏതായിരിക്കും?
ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് ദാറ്റ് വാസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു, അതിന്റെ നേരെ ഉൾട്ടാ ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു മൊമെന്റ് ഒരു പ്രാവശ്യം കൂടെ ആ ഒരു ഡേ ആവാം, ഡേയിലുപരി ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വാട്ട് എവർ തിങ്, ആ ഒരു മൊമെന്റ് കിട്ടുമായിരുന്നെങ്കിൽ എന്തോ. നമ്മൾ രണ്ടുപേരുടെയും ടുഗെദർ ഉള്ളത് വേണോ അതോ എന്റെ മാത്രം മതിയോ? ടുഗെദർ ആണെങ്കിലും കുഴപ്പമില്ല, ടുഗെദർ ആണെങ്കിലും ഫൈൻ. എനിക്കിപ്പോ റീസെന്റ് സംഭവിച്ച, ഞാനിപ്പോ ലാസ്റ്റ് ഒരു ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജോബിന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു മാറാനുള്ള ഒരു സിറ്റുവേഷൻ കാരണം. അപ്പം നമ്മളിങ്ങനെ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഇങ്ങനെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു, ഐഷുവിന്റെ ഫ്രണ്ട് അൽക്ക എന്ന് പറഞ്ഞ ഫ്രണ്ട് അങ്ങോട്ട് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചൊരു ഇതിലായിരുന്നു ഈ ഇന്റർവ്യൂ പ്രോസസ്. ഐഷുവിന്റെ ഫ്രണ്ട് കേട്ടോ, അൽക്ക കാണുന്നുണ്ടോ? അൽക്കൊക്കെ ഞങ്ങളൊരു വലിയ ഹായ് തരികയാണ് ഇത് കാണുമ്പോ പോരെ. ഓക്കെ, വിഷ്ണുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൽക്ക, അതാണ്. അപ്പൊ അവര് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷൻ മോഡിലേക്കുള്ള സ്വിച്ച് എങ്ങനെ സംഭവിക്കും, അവര് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു, ഓക്കെ മേ ബി ഒരു 10 ദിവസം ഞാൻ പോവാം, ബാക്കി ഒരു 10 ദിവസം ഞാൻ വേണ്ടാന്ന് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അവര് വരുന്നതിന്റെ തലേ ദിവസമാണ് എനിക്ക് പുതിയ ഓഫർ ലെറ്റർ കിട്ടുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു അടിപൊളി, നമ്മളിങ്ങനെ ഇതൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പറയുന്നു, അവര് വിളിച്ചിട്ട് പറഞ്ഞു പ്രോസസ്സ് കഴിഞ്ഞു, നമുക്ക് എപ്പോ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് ഒരു എന്താവുന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒറ്റയടിക്കൊരു അടിപൊളി. അപ്പൊ ഞാനൊരു 1 month കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ 1 month വെക്കേഷൻ പോലെ, ഏറ്റവും അടിപൊളി വെക്കേഷൻ പോലെ. കാരണം നമുക്ക് നെക്സ്റ്റ് ജോലിക്ക് കയറാൻ പോകാൻ വേറെ കാര്യമായിട്ടൊരു ഡിപെൻഡൻസീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ മൊമെന്റ് ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു, ആ ഒരു ഡേ. അപ്പൊ ഭയങ്കര രസമായിരുന്നു. എനിക്ക് 1 million ഹിറ്റ് ചെയ്ത മൊമെന്റ്, നമ്മളെല്ലാം കണ്ടാണ്. അത് ഭയങ്കര വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ് എല്ലാരും വീട്ടിൽ വന്നത്, അതൊരു ഇമോഷണൽ, എന്താ പറയാ, ഫിസിക്കൽ മെന്റലി എല്ലാം ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. സോ ഹാപ്പി അല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചു കാലം ഇനി എന്ത് എന്നുള്ളത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ആ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താ എന്റെ ജീവിതത്തിൽ എന്നുള്ളത് ഒരു റിയലൈസേഷൻ നമുക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത്രയും ഞാൻ ഇൻവോൾവ് ആയിരുന്നു ഒരു മൊമെന്റിൽ. ബെസ്റ്റ് ടൈം വന്നിട്ട് ഓക്കെ അതിന്ന് ആ ഹാങ് ഓവറിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്നിട്ട് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഇനി എന്തിലേക്കാണ് ഞാൻ നോക്കുന്നത് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആവും. നമുക്കൊരു ലുക്ക് ഫോർവേഡ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. എനിക്ക് അത് പോയിന്റ് കിട്ടുന്നില്ല. വിഷ്ണുവിന്റെ അടുത്ത് പറയുന്നത് അത് ഓക്കെയാണ്, നമ്മൾ അത്രയും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം നടന്നതല്ലേ, ഇത് 2-3 ആഴ്ച അങ്ങനെ ഇരിക്കുക, അതിനൊരു രസമുണ്ട്. സൂപ്പർ, അടിപൊളി. ഓക്കെ, രണ്ടുപേരും സ്നേഹം കൂടുന്ന ടൈമിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു പേരുണ്ടോ വേറെ? സ്നേഹം കൂടുന്ന സമയത്തൊന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഐഷുന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ കുട്ടാന്ന് വിളിക്കാറുണ്ട്. അത് സ്നേഹം കൂടണമെന്നൊന്നുമില്ല. ദേഷ്യം വന്നാലും കുട്ടാ. സ്നേഹം